ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വൈകുന്നേരത്തെ ചായൻ്റെ കൂടെയുള്ള ഒരു റെസിപ്പിയാണ്. അപ്പം നമ്മളിന്ന് പോളയാണ് തയ്യാറാക്കിയത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഉച്ചക്ക് ചോറൊക്കെ തിന്ന് കഴിഞ്ഞാൽ കുറച്ച് സമയം ഇങ്ങനെ കിടക്കുവേ. ഡെയിലി ഇങ്ങനെ കിടക്കാറില്ല, എന്നാലും വല്ലപ്പോഴൊക്കെ കിടക്കും. കിടന്നാൽ പിന്നെ ഒരു ഒന്നൊന്നര കിടത്തായിരിക്കും. ഇന്ന് പിന്നെ അങ്ങനെ കിടക്കാൻ പറ്റിയിട്ടില്ല, കടി ഉണ്ടാക്കണ്ടേ. അപ്പം ഞാൻ ഇതിലേക്ക് പിന്നെ ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാതെ ചിക്കൻ എടുത്തിട്ടുള്ളത്, ചെറിയ ചെറിയ എന്താ പറയുക പീസാക്കിയിട്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് റെഡ് ചില്ലി പൗഡർ, അതായത് കാശ്മീർ റെഡ് ചില്ലി പൗഡറാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ പെരുംജീരകം, ഇതെല്ലാം കൂടി ചേർത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കാം. എന്നിട്ട് എന്നിട്ടൊരു 15 മിനിറ്റ് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു വെക്കുക. 20 മിനിറ്റിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് പാൻ ചൂടായി വന്ന ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുത്തോ കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ച ഒരു ചിക്കൻ ഉണ്ടല്ലോ, അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്ത ശേഷം ഇതൊരു ഹാഫ് കുക്കാകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനിടക്ക് ഒന്ന് ഇളക്കി കൊടുക്കലും ചെയ്യാം. എന്നിട്ട് എന്താ ചെയ്യുക, ഹാഫ് വേവായാൽ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഒരു ഒനിയൻ സവാള, പിന്നെ ഇതിലേക്ക് ഒരു ക്യാരറ്റ്, ഫുള്ളൊന്നും വേണ്ട, ഒരു 1/4 ഭാഗം എടുത്താൽ മതി. ഇതൊക്കെ നൈസായിട്ട് തന്നെ കട്ട് ചെയ്യണേ, എന്നെങ്കിലും മാത്രമേ പെട്ടെന്ന് വാടി കിട്ടൂ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇതൊക്കെ കുറച്ച് വാടി വന്ന ശേഷം ഇതിലേക്ക് ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് ആദ്യം ചേർക്കേണ്ടതാണ്, ഞാൻ പിന്നെ ബാക്കിൽ ചേർക്കാൻ നിന്നുപോയി. പിന്നെ ഇതിലേക്ക് ഒരു അരമുറി കാപ്സിക്കം കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ കാപ്സിക്കം ഇതുപോലെ നൈസായിട്ട് തന്നെ കട്ട് ചെയ്യണേ, എന്നെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ഈ ഒരു മസാല വാടിക്കിട്ടും, അല്ലെങ്കിൽ ഒരുപാട് ടൈമെല്ലാം പിടിക്കും. പിന്നെ ഇതിലേക്ക് അല്പം പുതിനയിലയും ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്തേ, ഒരുപാട് വെന്ത് ഉടയൊന്നും വേണ്ട. അപ്പം എന്താ പറയുക, ഒരു അമ്ന പോലെയാവും. ഈ ഒരു രൂപത്തിലായാൽ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. പിന്നെ അടുത്തത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് മൈദ എടുക്കുക. പിന്നെ ഒരു ഗ്ലാസ് പാല്, പിന്നെ ഒരു മുട്ട ചേർക്കുമ്പോൾ നമ്മൾ പോള കുറച്ച് പൊങ്ങി വരും, പിന്നെ സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ ഒരു 1/4 ഗ്ലാസോളം സൺഫ്ലവർ ഓയിലും, പിന്നെ അല്പം ഉപ്പ് ഒരല്പേ പറ്റുക, ഒരു പേരിന് മാത്രം. പിന്നെ ഇതിലേക്ക് അല്പം പെപ്പർ പൗഡറും കൂടി ചേർത്തിട്ട് എന്താ ചെയ്യണ്ടേ, നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്ററി ഈ ഒരു തിക്നെസ്സിൽ വേണം കിട്ടാൻ. ലൂസാവാനും പാടില്ല, നല്ലതുപോലെ ടൈറ്റ് ആവാനും പാടില്ല. ലൂസായാൽ പിന്നെ ഇത് ബേക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ ആ ഒരു രൂപത്തിലെടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഇങ്ങനെ ഒരു പാൻ ചൂടാക്കുക. എന്നിട്ട് ഇതിലേക്ക് 1/2 kg ഒഴിച്ചു കൊടുക്കുക. 1/2 kg കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുത്തോ. എന്നിട്ട് നമ്മൾ അടിച്ച് വെച്ച ബാറ്റർ പകുതി ഒഴിച്ചു കൊടുക്കുക. പകുതി ഒഴിച്ചു കൊടുത്ത ശേഷം അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന ആ ഒരു രീതിയിൽ ചുറ്റിച്ചു കൊടുക്കുക. പറയുന്ന ഇടയ്ക്ക് ഒന്ന് ക്ലിപ്പായി പോകുന്നു. എന്നിട്ട് അത് കുറച്ച് ഒന്ന് ആറി വന്ന ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ മസാല ഉണ്ടല്ലോ, ഫില്ലിങ്, അത് ഫുള്ളായിട്ടൊന്ന് നിരത്തി കൊടുത്തിട്ട് അതൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. അതിന് ശേഷം ബാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്റർ ഫുള്ളായിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെയൊന്ന് ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ചെടുത്ത ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചതച്ച മുളകിട്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുക. ഒരു 20 to 25 മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ ഇപ്പുറത്തുനിന്ന് ചായക്ക് തിളക്കുന്നുണ്ട് കേട്ടോ. വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കട്ടൻ ചായയാണ് കേട്ടോ.
അങ്ങനെ ചായയായി. അപ്പോൾ നമ്മൾ പോള നോക്കട്ടെ. പോള ഇവിടെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിമെല്ലാം ഒന്ന് ഓഫാക്കി കൊടുക്കുക. എന്നിട്ട് തണിഞ്ഞ ശേഷം നമുക്കൊന്ന് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ ഈ ഒരു പോള നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമ്മളൊന്ന് ടേസ്റ്റൊക്കെ ഇതിൻ്റെ ഒന്ന് എന്താ പറയുക അറിഞ്ഞ് നോക്കട്ടെ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.